ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസ് ഫോഴ്സിലെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ: സബ് ഇൻസ്പെക്ടർ മെയിൽ 78 വേക്കൻസി, സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ 14 വേക്കൻസി, ഹെഡ് കോൺസ്റ്റബിൾ മെയിൽ 325 വേക്കൻസി, ഹെഡ് കോൺസ്റ്റബിൾ ഫീമെയിൽ 58 വേക്കൻസി, കോൺസ്റ്റബിൾ മെയിൽ 44 വേക്കൻസി, കോൺസ്റ്റബിൾ ഫീമെയിൽ 7 വേക്കൻസി. ആകെ 526 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാസശമ്പളം: സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷൻ 37,400 രൂപ മുതൽ 1,12,400 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ 27,500 രൂപ മുതൽ 81,100 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. കോൺസ്റ്റബിൾ 21,700 രൂപ മുതൽ 69,100 രൂപ വരെ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ്: സബ് ഇൻസ്പെക്ടർ 20 to 25 വയസ്സ്, ഹെഡ് കോൺസ്റ്റബിൾ 18 to 25 വയസ്സ്, കോൺസ്റ്റബിൾ 18 to 23 വയസ്സ്. കൂടാതെ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഏജ് കൺസിഡറേഷനും ലഭിക്കുന്നതാണ്. യോഗ്യത: സബ് ഇൻസ്പെക്ടർ ടെലികമ്മ്യൂണിക്കേഷൻ, ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ യോഗ്യതകൾക്ക് പുറമെ ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ BE ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ യോഗ്യതയോ അതുമല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ 10 പാസ്സായവർക്കും +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകളിൽ 45% കുറയാതെ മാർഗമുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ യോഗ്യതകൾക്ക് പുറമെ 10ാം ക്ലാസ് പാസ്സായവർക്കും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ 2 വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ 10ാം ക്ലാസ് പാസ്സായവർക്കും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തുടങ്ങിയവയിൽ 3 വർഷത്തെ ഡിപ്ലോമോ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ITO ഉള്ളവർക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്: സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ചെസ്റ്റ് വിരിവ് 80 to 85 സെന്റിമീറ്ററും, ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ചെസ്റ്റ് വിരിവ് 80 to 85 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. കൂടാതെ മെയിൽ കാൻഡിഡേറ്റ്സിന് 170 സെന്റിമീറ്റർ ഉയരവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെന്റിമീറ്റർ ഉയരവും ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീ: സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 200 രൂപ അപേക്ഷാ ഫീ നൽകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 100 രൂപ അപേക്ഷാ ഫീസായി നൽകേണ്ടതുണ്ട്. എന്നാൽ SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ എന്നീ വിഭാഗക്കാർക്ക് എക്സാം ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് മുതൽ ഡിസംബർ 14-ാം തീയതി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്: ഫേസ് 1-ൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിൽ NCC ABC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രത്യേക ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോടൊപ്പം തന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്